ഇട്ടത്. വൈകുന്നേരം ഫ്രണ്ട്സുമായിട്ട് കട്ടനൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് ഒരു പ്ലാൻ ഇട്ടത്, നാളെ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി നേരെ പമ്പിലോട്ട് പോയി ഫ്യൂലും ഫില്ല് ചെയ്ത് നേരെ വിട്ടത് വാഴവന്തോൾ വാട്ടർഫാൾസിലോട്ടാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററാണ് വാഴവന്തോൾ വാട്ടർഫാൾസിലോട്ടുള്ള ഡിസ്റ്റൻസ്. കാടിനുള്ളിലൂടെ ഏകദേശം 3 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് വാഴവന്തോൾ വാട്ടർഫാൾസ്. ചെക്ക് പോസ്റ്റ് റീച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്ത് പാസ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളിലോട്ട് അലോട്ട് ചെയ്യത്തുള്ളൂ. ടിക്കറ്റിന്റെ മിനിമം ചാർജ് 1000 രൂപയാണ്. അതിൽ 5 പേർക്ക് മാക്സിമം ട്രാവൽ ചെയ്യാൻ പറ്റും. 5 പേരിൽ കൂടുതൽ വരുമ്പോൾ പെർ പേഴ്സൺ 200 രൂപയാണ് എക്സ്ട്രാ ആവുന്നത്. പാസ് എടുത്തതിന് ശേഷം 5 മിനിറ്റോളം ഡ്രൈവ് ചെയ്ത് വേണം വാഴവന്തോൾ വാട്ടർഫാൾസിന്റെ എൻട്രൻസിലോട്ട് എത്താനായിട്ട്. അവിടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഗൈഡ് ചെയ്യുന്നത് ഈ ചേട്ടനാണ്. പുള്ളിയുടെ പേര് വില്യം കാണി എന്നാണ്. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഏകദേശം 2.25 കിലോമീറ്ററാണ് വാഴവന്തോൾ വാട്ടർഫാൾസിലോട്ടുള്ള ഡിസ്റ്റൻസ്. സത്യത്തിൽ പ്ലാൻ ചെയ്തതും ചെക്ക് പോസ്റ്റ് വരെ വന്നതുമൊക്കെ ബോണക്കാട് പോകാനായിട്ടാണ്. പക്ഷേ ചെക്ക് പോസ്റ്റ് എത്തി അവിടുത്തെ ഓഫീസേഴ്സായിട്ട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് ബോണക്കാട് പ്രൈവറ്റ് വെഹിക്കിൾസ് അലൗഡ് അല്ലെന്നും KSRTCയിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ കഴിയൂ എന്നും. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ സ്വിച്ച് ചെയ്തതാണ് ഈ സ്പോട്ടിലോട്ട്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഗൈഡ് ചേട്ടന്റെ ശ്രദ്ധയിൽ പുലിയുടെ ഫുട് പ്രിന്റ്സ് കണ്ടത്. അങ്ങനെ ഇതിനു മുന്നേയും ഇവിടെ പുലിയൊക്കെ കണ്ട സ്റ്റോറീസ് ഒക്കെ പുള്ളി പറഞ്ഞു തന്നതിന് ശേഷം പിന്നെ നമ്മുടെ ട്രക്കിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ട്രക്കിംഗ് തുടങ്ങി ഒരു 10-20 മിനിറ്റ് ആയപ്പോൾ തന്നെ ബോണക്കാട് ട്രിപ്പ് ക്യാൻസൽ ആയത് എന്തുകൊണ്ട് നന്നായെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നി. വിഷ്വൽസിലൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും എല്ലാ പാറകൾക്കും നല്ല സൈസ് ഉണ്ട്. പിന്നതാ ഈ ചേട്ടൻ ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് കണ്ടത്. പുള്ളി സോളോ ആയിട്ടാണ് വന്നത്. സോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഒരുമിച്ചാണ് നമ്മൾ എല്ലാവരും പോയത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് വാട്ടർ ക്രോസിംഗിൽ എത്തി. എവിടെന്നോ വഴിതെറ്റി വന്നതുപോലെ തോന്നുന്ന ചെറിയൊരു വെള്ളച്ചാട്ടവും കുറച്ചധികം പാറയുമാണ് അവിടെ ഉള്ളത്. അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്ന് പിന്നെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ ക്രോസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടാസ്ക്കാണ്. മഴയും കൂടെ ആയതുകൊണ്ട് തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇതിന്റെ മുകളിലോട്ട് കയറാനായിട്ട്. പാറയിലൊക്കെ നല്ല ഈർപ്പം ഉള്ളതുകൊണ്ട് കുളയട്ടയും അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. 1-2 നമുക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്തു. ഗൈഡ് പറഞ്ഞത് വെച്ച് ഇവിടെ കരടിയും പുലിയും പിന്നെ കുറച്ചധികം വിഷമുള്ള പാമ്പുകളും ഒക്കെ ഉണ്ടെന്നാണ്. സോ ഇങ്ങനത്തെ പാറയുടെ ഗ്യാപ്പിലൂടെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കി വേണം പോകാനെന്ന് പുള്ളി എടുത്തു പറഞ്ഞു. അങ്ങനെ ചെറിയൊരു റിവർ സൈഡ് കണ്ടപ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തതിനു ശേഷം പിന്നെയും നടക്കാൻ തുടങ്ങി. ഈ കാണുന്ന പാറയുടെ താഴെ കൂടെ വലിഞ്ഞു കയറി വേണം ഇതിന്റെ ബാക്ക് സൈഡ് എത്താനായിട്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചെറിയ പാറയിലായിട്ട് ഒരു കുഞ്ഞു പാമ്പിനെ കണ്ടത്. വൈപ്പർ എണ്ണത്തിൽപ്പെട്ട അത്യാവശ്യം ചെറിയൊരു വിഷമൊക്കെ ഉള്ളൊരു സ്നേക്ക് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. ജനുവരി-ഫെബ്രുവരി മാസങ്ങളിൽ മോർണിംഗ് ടൈമിൽ രാജവെമ്പാലെ സ്പോട്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഈ കാണുന്ന വലിയ പാറയുടെ ഒരു സൈഡിൽ ചെറിയൊരു വാട്ടർ ക്രോസിങ്ങും മറുഭാഗത്ത് ഗുഹ പോലെ തോന്നിക്കുന്ന ഒരു സൈഡുമാണുള്ളത്. അവസാനം നമ്മുടെ വാട്ടർഫാൾസിന്റെ അടുത്ത് എത്താറായി എന്നുള്ളതിന്റെ സൈനൊക്കെ കണ്ടു തുടങ്ങി. അങ്ങ് ദൂരെ നിന്ന് വലിയ രീതിയിലുള്ള വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കണ്ടു തുടങ്ങി. ആദ്യമായിട്ട് ചെയ്യുന്ന വ്ളോഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറവുണ്ടെന്ന് നല്ലോണം അറിയാം. ഇനി വരുന്ന വീഡിയോസിൽ മാക്സിമം അതെല്ലാം മാറ്റാനായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെ 2-2.5 മണിക്കൂറത്തെ ട്രക്കിങ്ങിനൊക്കെ ശേഷം നമ്മൾ വാഴവന്തോൾ വാട്ടർഫാൾസിലോട്ട് റീച്ച് ആയിട്ടുണ്ട്.
അങ്ങനെ വാട്ടർഫാൾസിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മളെല്ലാരും കൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങി. എന്നിട്ട് ചെറിയൊരു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു നടന്ന് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് എത്തി. എന്നിട്ട് വില്യങ്കാണി ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞു. പുള്ളിയുടെ യാത്ര ഇനിയും തുടരും. നമ്മളെപ്പോലെ ഒത്തിരി പേരെ ഇനിയും കാണും. അങ്ങനെ കുറച്ച് നല്ല മൊമെന്റ്സുമായിട്ട് നമ്മളെല്ലാവരും തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ചാനലിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ വെച്ചാണ്. സോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക.